സംഭവമായ വഴുതക്കാട് നടന്ന ആഡംബര കാർ അപകടവും അതിനുശേഷം മലയാള സിനിമയിലെ മുതിർന്ന താരം മണിയംപിള്ള രാജു സ്വീകരിച്ച നിലപാടും കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. നിയമത്തെയും ശാസ്ത്രീയ പരിശോധനകളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു തിരക്കഥാകൃത്തിന്റെ ബുദ്ധിയോടെ താരം നീക്കങ്ങൾ നടത്തിയോ എന്ന സംശയമാണ് ഇപ്പോൾ പോലീസിനും പൊതുസമൂഹത്തിനും ഇടയിൽ ശക്തമായിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തിന് വെളിപ്പാടകലെ നടന്ന ഈ അപകടത്തിൽ പരിക്കേറ്റ 2 യുവാക്കളുടെ ജീവൻ അപകടത്തിലായിട്ടും അവരെ തിരിഞ്ഞു നോക്കാതെ കടന്നുകളഞ്ഞ താരത്തിന്റെ നടപടി നിയമപരമായ പഴുതുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒന്നായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യ തെളിവുകളാണ് പുറത്തുവരുന്നത്. സംഭവം നടന്ന കൃത്യം 10 മണി മുതൽ അടുത്ത ദിവസം രാവിലെ താരം പോലീസിന് മുന്നിൽ ഹാജരാകുന്നത് വരെയുള്ള സമയത്തെക്കുറിച്ച് വ്യക്തമായ ഉത്തരമില്ലാത്തതാണ് പ്രധാന ദുരൂഹതയായി നിലനിൽക്കുന്നത്. മോട്ടോർ വാഹന നിയമങ്ങൾ പ്രകാരം ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഏക ശാസ്ത്രീയ മാർഗം രക്തപരിശോധനയാണ്. എന്നാൽ രക്തത്തിലെ ആൽക്കഹോളിന്റെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്തണമെങ്കിൽ അപകടം നടന്ന് പരമാവധി 8 മണിക്കൂറിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. സമയം വൈകുന്തോറും ശരീരത്തിലെ പ്രവർത്തനങ്ങളിലൂടെ ആൽക്കഹോളിക്കിന്റെ അളവ് കുറയുകയും പരിശോധനാ ഫലം നെഗറ്റീവ് ആകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. കൃത്യം 10 മണിക്ക് അപകടം നടന്ന ശേഷം താരം ഒളിവിൽ പോയതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും ഈ 8 മണിക്കൂർ ഗോൾഡൻ പീരീഡ് കടന്നുപോകാൻ വേണ്ടിയാണെന്ന ആക്ഷേപം ശക്തമാണ്. വൈദ്യപരിശോധനയിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉറപ്പാക്കിയ ശേഷമാണ് താരം കുറ്റസമ്മതവുമായി രംഗത്തെത്തിയത് എന്നത് നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു. വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിലെ സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് മണിയംപിള്ള രാജു സഞ്ചരിച്ച കാറ് ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചത്. ബാർ സൗകര്യമുള്ള ക്ലബിൽ നിന്ന് രാത്രി വൈകിയിറങ്ങിയ ഒരാൾ മദ്യപിച്ചിട്ടുണ്ടാകാനുള്ള പ്രാഥമിക സാധ്യത പോലീസ് കണക്കിലെടുത്തിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും താരം വണ്ടി നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചു പോവുകയായിരുന്നു. നിവേദിത്, കൃഷ്ണ, സൂരജ് എന്നീ യുവാക്കൾ റോഡിൽ ചോര വാർന്ന് കിടക്കുമ്പോഴാണ് താരം തന്റെ ആഡംബര കാറുമായി അപ്രത്യക്ഷനായത്. നിവേദിത്തിന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും സൂരജിന് നട്ടെല്ലിന് ഒടിവ് സംഭവിക്കുകയും ചെയ്ത ഈ അപകടത്തെ കേവലം ഒരു അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നതിലുപരി ഹിറ്റ് ആൻഡ് റൺ എന്ന ഗൗരവകരമായ ക്രിമിനൽ കുറ്റമായാണ് നിയമം കാണുന്നത്. അപകടത്തിന് പിന്നാലെ പോലീസ് താരത്തിന്റെ വസതിയിലെത്തിയെങ്കിലും വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സമൂഹത്തോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട താരം നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ താരം നൽകിയ വിശദീകരണങ്ങൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതായിരുന്നു. വാഹനം നിർത്തിയാൽ എഞ്ചിൻ ഓഫായി പോകുമെന്നത് കൊണ്ടാണ് നിർത്താതിരുന്നത് എന്ന വിചിത്രമായ വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. ആധുനിക സാങ്കേതിക വിദ്യകളുള്ള ഒരു ആഡംബര കാറിന് ഇത്തരം സാങ്കേതിക തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറവായെന്നിരിക്കെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ന്യായീകരണം മാത്രമായാണ് ഇതിനെ പോലീസ് കരുതുന്നത്. കൂടാതെ പേടി കാരണമാണ് ഓടിച്ചു പോയതെന്ന ബാലിശമായ മറുപടി ദശകങ്ങളായി സിനിമാ രംഗത്തുള്ള അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളുള്ള ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല. ആദ്യഘട്ടത്തിൽ ഡ്രൈവറെ പ്രതിയാക്കി കേസ് ഒതുക്കി തീർക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അപകടം നടക്കുമ്പോൾ വാഹനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന ദൃക്സാക്ഷികളുടെ മൊഴികളും നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായതോടെയാണ് താരം തന്നെ നേരിട്ട് കുറ്റസമ്മതം നടത്താൻ തയ്യാറായത്. താൻ മദ്യപിച്ചിരുന്നില്ലെന്ന് താരം ആവർത്തിക്കുമ്പോഴും അത് തെളിയിക്കാൻ ലഭിച്ച വിലപ്പെട്ട സമയം ഒളിവിൽ കഴിച്ചുകൂട്ടിയത് നിയമവിദഗ്ധരുടെ ഉപദേശപ്രകാരമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. രക്തപരിശോധനയുടെ ഫലം അട്ടിമറിക്കാൻ ബോധപൂർവം സമയം വൈകിപ്പിക്കുന്നത് പല ഹൈ പ്രൊഫൈൽ കേസുകളിലും കണ്ടുവരുന്ന രീതിയാണ്. ഇതിലൂടെ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന ഗുരുതരമായ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ താരത്തിന് സാധിച്ചേക്കാം. ക്യാൻസറിനെ പോലെയുള്ള മാരക രോഗത്തെ പോരാടി ജയിച്ച വ്യക്തി എന്ന നിലയിൽ വലിയ ആദരവ് നേടിയിരുന്ന ഒരാൾ ചോര വാർന്നു കിടന്ന 2 യുവാക്കളെ റോഡിൽ ഉപേക്ഷിച്ചു പോയത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കാമെന്ന വാഗ്ദാനം കുറ്റബോധം കൊണ്ടുള്ളതാണോ അതോ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒത്തുതീർപ്പ് ശ്രമമാണ് എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണം നൽകി ഒരു കുറ്റകൃത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് നീതിബോധത്തിന് വിരുദ്ധമാണ്. പരിക്കേറ്റ യുവാക്കളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ഇത്തരം നീക്കങ്ങൾ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്തായിട്ടും പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയായും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു സാധാരണക്കാരനാണ് ഇത്തരമൊരു അപകടം വരുത്തിയിരുന്നതെങ്കിൽ പോലീസ് സ്വീകരിക്കുന്ന സമീപനം ഇതാകുമായിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ്. സ്വാധീനമുള്ളവർക്ക് നിയമം വഴിമാറിക്കൊടുക്കുന്നു എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാകാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകുന്നു. മദ്യപാനം തെളിയിക്കാനുള്ള പരിശോധനയുടെ പ്രസക്തി നഷ്ടപ്പെട്ട ശേഷം മാത്രം പോലീസിന് മുന്നിലെത്തിയത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നതിൽ സംശയമില്ല.
ഈ സംഭവത്തിൽ പഴുതടച്ച അന്വേഷണം നടത്തിയില്ലെങ്കിൽ അത് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. അപകടം നടന്ന സമയം മുതൽ മണിയംപിള്ള രാജു എവിടെയായിരുന്നു, ആരുടെയൊക്കെ സഹായം ലഭിച്ചു, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒളിവിൽ പോയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. കേവലം ഡ്രൈവിംഗിലെ അശ്രദ്ധ എന്നതിനപ്പുറം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും നിയമത്തിൽ നിന്ന് ബോധപൂർവം ഒളിച്ചോടിയതും ഗൗരവമായി കാണണം. പരിക്കേറ്റവർക്ക് നീതി ലഭിക്കണമെങ്കിൽ നിയമം അതിന്റെ എല്ലാ കരുത്തോടും കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരം ആഡംബര വാഹനങ്ങൾ ചീറിപ്പായുന്ന നഗരവീഥികളിൽ സാധാരണക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കുക തന്നെ വേണം. സിനിമയിലെ ക്ലൈമാക്സ് പോലെ നിയമത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ച താരത്തിന് മുന്നിൽ നിയമവ്യവസ്ഥ തോറ്റുപോകരുത് എന്നാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ആവശ്യം. ഈ വിഷയത്തിൽ മണിയംപിള്ള രാജുവിനെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ ഉറ്റുനോക്കപ്പെടും. ഒരു പൗരൻ എന്ന നിലയിൽ കാണിക്കേണ്ട മര്യാദയോ മനുഷ്യൻ എന്ന നിലയിൽ കാണിക്കേണ്ട സഹാനുഭൂതിയോ താരം പ്രകടിപ്പിച്ചില്ല എന്നത് തന്നെയാണ് ഈ കേസിനെ കൂടുതൽ ഗൗരവമാക്കുന്നത്. പരിക്കേറ്റ യുവാക്കളുടെ കുടുംബത്തിന്റെ അവസ്ഥയും അവർക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ആഘാതവും പരിഗണിക്കുമ്പോൾ നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങി പ്രതി രക്ഷപ്പെടുന്നത് നീതിയുടെ പരാജയമായിരിക്കും.